കേരളം അതിദരിദ്ര സംസ്ഥാനമായിട്ട് പ്രഖ്യാപിക്കുമ്പം വേദിയിലുണ്ടായിരുന്നത് മമ്മൂട്ടിയായിരുന്നു. കമലഹാസനും മോഹൻലാലും ക്ഷണിച്ചിട്ട് എത്തിയില്ല. കർഷകരെ ആരെയും വിളിച്ചോ? അതിദരിദ്ര സംസ്ഥാനമായിട്ട് പ്രഖ്യാപിക്കുമ്പം കേരളത്തിൽ കർഷകരില്ലേ? അതുപോലെ എത്ര കോൺക്ലേവുകൾ ഇവിടെ നടക്കുന്നുണ്ട്. വലിയ വലിയ പത്രമാധ്യമങ്ങൾ വരെ കോൺക്ലേവുകൾ നടക്കും. അവിടെ എവിടെയും കർഷകരെ ചർച്ചയ്ക്ക് വിളിക്കുന്നില്ല. കർഷകരുടെ പ്രശ്നങ്ങൾ കേൾക്കാനില്ല. നെല്ലിവിടെ കെട്ടിക്കിടന്ന് കർഷകർ ബുദ്ധിമുട്ടുമ്പോൾ കേരളം അതിദരിദ്ര സംസ്ഥാനമായിട്ട് പ്രഖ്യാപിക്കുകയാണ്. നെല്ലെടുക്കാൻ മില്ലുകൾ തയ്യാറാവാതെ കിടക്കുന്ന സമയമാണത്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഈ സിനിമാ മേഖലയിലൊക്കെ പ്രവർത്തിക്കുമ്പോഴും അവരൊക്കെ സമൂഹത്തിന് പല കാര്യങ്ങൾ, ഇപ്പം മമ്മൂക്കയെ സംബന്ധിച്ച് പറയാം, മമ്മൂക്കയുടെ കൃഷി ഞങ്ങളാണ് കുറെ നാളുകൾ ചെയ്തത്. പക്ഷെ അപ്പോഴും ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ കർഷകർക്ക് ഒരു വലിയ സമൂഹത്തിന്റെ ഒരു ഉന്നത സ്ഥാനത്തിലേക്ക് കേരളത്തിൽ അവരെത്തിയിട്ടില്ല. ഒരു സംശയവും വേണ്ട. മറ്റ് സംസ്ഥാനങ്ങളിൽ എടുക്കുമ്പോൾ വലിയ ഭൂ ഉടമകളാണ് കർഷകർ. വ്യവസായികളെന്നാണല്ലോ അവരെ പറയുന്നത്. തമിഴില് വ്യവസായികളെന്നാണ് പറയുന്നത്. വ്യവസായം എന്നാണ് അവർ കൃഷിയെ പറയുന്നത്. അവരുടെ വ്യവസായമാണത്. അവർക്ക് മിനിമം നാട്ടിലെങ്കിലും ഒരു വില ഉണ്ടാവും. വലിയ കർഷകർക്കൊക്കെ അവരാരും ആഡംബര ജീവിതം നയിക്കുന്നവരായിരിക്കില്ല. വലിയ ഭൂസ്വത്തുക്കൾ ഉണ്ടെങ്കിലും ഒന്നും ആഡംബര ജീവിതം, നമ്മളെ പോലെ വലിയ വീട്, 2-3 വണ്ടികൾ, നമ്മളെങ്ങനെ മലയാളി ഇതിലേക്ക് പോയി എന്ന് ഞാൻ എപ്പോഴും ഓർക്കും. കാര്യം നമുക്കറിയാവുന്ന എത്രയോ പേര് ഓരോ വീടുകൾ പണിതിട്ടിട്ട് ഇപ്പോൾ വിൽക്കാൻ ഓടി നടക്കുക. 1.5 കോടി 2 കോടി രൂപയുടെ വിദേശ രാജ്യങ്ങളിൽ ടാക്സും കൊടുത്ത് ലോണും എടുത്ത് പണിയുന്ന വീടുകളാണ്. പക്ഷെ അവർക്കതിൽ താമസിക്കാനും പറ്റുന്നില്ല. ഈ ലോൺ അടച്ചിട്ട് ഒരു നല്ല ഭക്ഷണം മേടിച്ചിട്ട് കഴിക്കാനും പറ്റുന്നില്ല. നമ്മളൊരു ബാധ്യത വന്നാൽ ആദ്യം എവിടെയാണ് ചുരുങ്ങുന്നത്? ഭക്ഷണത്തിലായിരിക്കും, അല്ലേ? വാങ്ങിക്കുന്ന നല്ല നല്ല സാധനങ്ങളൊക്കെ നമ്മൾ മേടിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ ചുരുക്കും. അപ്പോൾ ബേസിക്കലി ഇപ്പം ഞാനൊരിക്കലും പരാജയപ്പെട്ടു എന്ന് എന്നെ തന്നെ ബോധിപ്പിക്കാൻ ഞാൻ റെഡിയല്ല. ബിക്കോസ് ഈ ഇന്നലെയും എനിക്കൊരാൾ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, എന്നെ കുറേ പ്രാവശ്യം ഒരു അൺനോൺ നമ്പറിൽ നിന്ന് കോൾ വന്നപ്പം ഞാൻ എടുത്തു നോക്കി. അപ്പം പുള്ളി എന്നോട് പറഞ്ഞു, ഞാനൊരു 3 വർഷം മുമ്പ് നിങ്ങളുടെ കയ്യിൽ നിന്നൊരു പുട്ടുപൊടി മേടിച്ചു. ഈ 3 വർഷത്തിൻ്റെ ഇടയിൽ ഒന്നും അതുപോലൊരു പുട്ടുപൊടി വെച്ച് എനിക്ക് പുട്ടുണ്ടാക്കി കഴിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അത് കിട്ടുമോയെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഇല്ല, നിലവിലില്ല. പ്രൊഡക്ഷൻ എല്ലാം ഞാൻ നിർത്തി. അവസാനം എൻ്റെ നെല്ലെല്ലാം ഞാൻ വെറും തുച്ഛമായ വിലയ്ക്ക് എനിക്ക് യൂണിറ്റ് ഒഴിയാൻ വേണ്ടി ഞാൻ കൊടുക്കേണ്ടി വന്നു. ഏതായാലും അത് കിട്ടില്ല. അപ്പൊ എന്നോട് ചോദിച്ച പുള്ളി ചോദിച്ചാൽ ഞാൻ അറിയാമോ, ആ ക്വാളിറ്റിയിലൊരു ഓൾട്ടർനേറ്റീവ് പറയാമോ, സജസ്റ്റ് ചെയ്യാമോ? ഞാൻ പറഞ്ഞു, ഒരിക്കലും പറ്റില്ല. കാര്യം ഞാനത് പരീക്ഷിച്ച് ഫിക്സ് ചെയ്തൊരു സാധനമാണ്. ഡയറക്റ്റ് ഫ്രം ഫാമേഴ്സ്. കാര്യം ഞാൻ ഇപ്പം ആൾക്കാർ ചോദിക്കും, ഓക്കെ, ഞാൻ എൻ്റെ ഒരു ഫാർമറേയും സർട്ടിഫിക്കറ്റിന്റെ പേരിൽ എടുത്തിട്ടില്ലായിരുന്നു. എനിക്ക് ഫാമേഴ്സ് ആരും സർട്ടിഫൈഡ് വേണ്ടായിരുന്നു. സർട്ടിഫിക്കേഷൻ ഒക്കെ ഇപ്പൊ ഇഷ്ടം പോലെ കിട്ടുമെന്നേ കാശ് കൊടുത്താൽ. പക്ഷെ എനിക്ക് അഡമൻ ഫാമേഴ്സിനെ വേണമായിരുന്നു. അപ്പൊ ഞാൻ എൻ്റെ ഫാർമറുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ എനിക്ക് ഇച്ചിരി മിണ്ടി കഴിയുമ്പോഴും അവര് സംസാരിക്കുന്നതൊക്കെ കാണുമ്പോഴത്തേക്കും എനിക്ക് മനസ്സിലാവും ഇവര് ഇതിലൊരു മായവും ചെയ്യാത്തവരാണ്. അപ്പൊ ഞാൻ ചില സോഴ്സുകളിൽ നിന്നൊക്കെ അവരെ കുറിച്ച് അന്വേഷിക്കും. അവരുടെ പണിക്കാരെ കുറിച്ച് ഞാൻ ചോദിക്കും, അവരെന്താ അവിടെ യൂസ് ചെയ്യുന്നതെന്ന് ചോദിക്കും. പിന്നെ ഞാൻ അടിക്കടി പോകും, അവിടെ എല്ലാം ഞാൻ പോകും. ആന്ധ്ര, തമിഴ്നാട് എല്ലാം ഞാൻ പോകും. അപ്പം പോയിട്ട് ഞാൻ അവരെ ഫാമിങ് എല്ലാം ഏരിയ എല്ലാം കാണും. എന്നിട്ട് ഞാൻ അവിടെ നിന്നായിരിക്കും എല്ലാം എടുക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ പോലെ പുട്ടുപൊടിയിൽ തന്നെ പല അരികൾ, എൻ്റെ കട പൂട്ടുമ്പോൾ 41 വെറൈറ്റി അരിയിലാണ് എൻ്റെ കട ക്ലോസ് ചെയ്യുന്നത്. 41 വെറൈറ്റി കൊണ്ടുവരാൻ ഞാൻ എത്ര നാള് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന്. അപ്പൊ ഈ 41 വെറൈറ്റി എന്നൊക്കെ കേട്ടിട്ട് അന്നത് വാർത്തയാക്കാൻ വന്നവർ അന്തം വിട്ടു. 41 വരെ അവൻ ഇത് 100 ചില്ലാനാക്കാൻ വേണേ, 200 ആക്കാം. നിങ്ങൾ ധരിക്കണ്ട ഒരു വെറൈറ്റി റൈസാണ് ഉള്ളതെന്ന്. ഇത്രയും ഇത് ഓരോന്നിനാണ്. അന്ന് ഞാൻ പറഞ്ഞു, അതായത് പാരലൈസ്ഡ് ആയവർക്ക് കഴിക്കാനുള്ള അരിയുണ്ട്. പാരലൈസ്ഡ് ആയി പോയിട്ടുണ്ടെങ്കിൽ ആ അരി അതിൻ്റെ കഞ്ഞിയും കാര്യങ്ങളും. ഇപ്പം നമ്മുടെ നവര വളരെ നല്ല ന്യൂറോ തകരാറുകൾ പരിഹരിക്കുന്നതാണ് നവര. നവരയ്ക്ക് ഈൽഡ് കുറവായിരിക്കും, പക്ഷെ നല്ല നവരയും കിട്ടണം. നവര 1 കിലോ 500 രൂപ 600 രൂപയാവും. അപ്പോൾ അങ്ങനെ അതുപോലെ തന്നെ നമ്മുടെ ഈ യൂട്രസിൻ്റെ പ്രോബ്ലം മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ളതുണ്ടായിരുന്നു. ഞാൻ പറയാം ലാക്ടേറ്റിംഗ്, അത് ഇങ്ങനെ വേർതിരിച്ച് അരിയും കാര്യങ്ങളും ഉണ്ട്. പക്ഷെ കേരളത്തിൽ ഇതെല്ലാം കൃഷി ചെയ്യുന്ന കുറവാണ്. തമിഴ്നാടും ആന്ധ്രയുമാണ് കൂടുതൽ. തമിഴ്നാടാണ് കേട്ടോ ബേസിക്കലി കറുപ്പ് കൗണി റൈസ്, നമ്മുടെ ബ്ലാക്ക് റൈസ് ഒക്കെ ഒരു ദിവസം കഴിച്ചാൽ പിന്നെ 2 ദിവസം ഒന്നും കഴിച്ചില്ലെങ്കിലും അത്രയ്ക്ക് റിച്ച് ആന്റി ഓക്സിഡന്റ് ആണ് അതെല്ലാം. അപ്പം അങ്ങനെയെല്ലാം ഉള്ളപ്പോഴാണ് ഞാൻ ഈ കടപെട്ടുന്നത്. അപ്പോൾ ഒരരി എനിക്കറിയാം, ആ അരിക്ക് ഒരരി കണ്ടാൽ അറിയാം ആ അരിയിൽ ഒരു പൊടി വന്നാൽ എങ്ങനെ ഇരിക്കും.
ആ അരിയുടെ തിക്നെസ് നോക്കി നമുക്ക് തീരുമാനിക്കാം ആ അരിയിൽ എത്രത്തോളം സ്റ്റാർച്ച് കണ്ടന്റ് ഉണ്ടെന്നുള്ളത്. അപ്പൊ അത് വെച്ചിട്ടേ ഞാൻ പലഹാരങ്ങൾക്ക് ഈ അരി സെലക്റ്റീവ് ഉള്ളായിരുന്നു. അങ്ങനെ ഞാൻ പരീക്ഷിച്ച് പല സ്ഥലങ്ങളിലും പൊടിച്ച് വറുത്ത് നോക്കിയിട്ട് ഞാൻ ഫിക്സ് ചെയ്ത ഇതായിരുന്നു അത്. അപ്പൊ ഞാൻ ശരിക്കും പൂട്ടിയപ്പോൾ നിരാശപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട്. അയ്യോ ഇനി അതെല്ലാം എങ്ങനെ കഴിക്കും, ഞാൻ അടക്കം. ഇപ്പൊ നമുക്ക് കുറെ നാൾ പലതും കഴിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ എൻ്റെ അരിയുടെ മേക്കിംഗ് നിർത്തി കഴിഞ്ഞിട്ട് ഞാൻ പല അരികളും വാങ്ങിച്ചു നോക്കിയിട്ടുണ്ട്. എനിക്ക് പറ്റിയിട്ടില്ല. അവസാനം ഒരെണ്ണത്തിൽ തൽക്കാലം ഞാൻ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഏതരിയാണ് യൂസ് ചെയ്യുന്നത്? അത് ഞാൻ പറഞ്ഞ അവർക്ക് ഉണ്ടാവും. ഓക്കെ. അപ്പൊ അല്ല, ഞാൻ മറ്റുള്ളവരെ നമ്മൾ കുഴപ്പമായിട്ട് പറയണ്ടല്ലോ. എന്നാലും സ്റ്റിൽ ഒരു ബ്രാൻഡ് പറയണ്ട, എന്നാലും ഒരു ഏത് കൈൻഡ് ഓഫ് അരിയാണ്? ഞാൻ മട്ടാവടി റൈസും പിന്നെ റോ റൈസും ആണ് ഉപയോഗിക്കുന്നത്. പച്ചരിയും എനിക്ക് മട്ടയിൽ ഇഷ്ടം മട്ടാവടി റൈസാണ്. അതിനാണ് ആക്ച്വലി രുചിയുള്ളത്. ഉണ്ടായിരിക്കും അത്ര രുചിയില്ല. പിന്നെ ഞാൻ പച്ചരിയുമാണ് യൂസ് ചെയ്യുന്നത്, ചോറിന് വേണ്ടിയിട്ട് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ഇത്രയൊക്കെ പരീക്ഷണങ്ങൾ നടത്തിയിട്ടും ഇന്ന് വരെ ₹1 ഒരു ഗവൺമെന്റ് സംവിധാനത്തിൽ നിന്നും എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ അപ്പോഴും ഒരു വനിതാ സംരംഭകയാണല്ലോ, കിട്ടിയിട്ടില്ല. നമ്മൾ തകർന്നെന്നറിഞ്ഞാൽ പോലും നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു ഏജൻസിയും വന്നിട്ടില്ല. അപ്പോൾ പക്ഷെ അതെനിക്ക് നല്ലതാണ്. കാര്യം എനിക്ക് ആരോടും അങ്ങനെ കടപ്പാടൊന്നുമില്ല. ഞാൻ വിജയിച്ച് വന്നാലും തകർന്നാലും ഒക്കെ എനിക്ക് എന്നോട് തന്നെ ബോധിപ്പിച്ചാൽ മതിയായിരുന്നു. പക്ഷെ ഞാൻ തിരിച്ചു വരും എന്നുള്ളത് അതൊരു പ്രോമിസാണ്. അത് ഞാൻ ഒരു 3 വർഷം കൂടെ സമയം വേണം. ഇൻ ബിറ്റ്വീൻ ഞാൻ ചെറിയ രീതിയിൽ 2026 ചെറിയ രീതിയിൽ ഞാൻ നാച്ചുറൽ ഹെർബൽസിനെ തിരിച്ചു കൊണ്ടുവരും. കാര്യം എനിക്ക് അത്രത്തോളം എൻക്വയറീസ് ആണ്. എന്നെ അങ്ങ് മിസ് ചെയ്തെന്ന് പറയുന്നവരോട്, കാര്യം 14 വർഷമൊക്കെ ഈ അരി കഴിച്ചവരുണ്ടേ. അപ്പൊ എനിക്ക് മിസ് ചെയ്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ചില നീക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. 2026 തിരിച്ചു വരണം. ഞങ്ങൾ വെയിറ്റിംഗ് ആണ്. 26 വരട്ടെ. നമുക്ക് എന്താ പറയുക, ഓർഗാനിക് ആയിട്ടുള്ള വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്ന നല്ല പ്രൊഡക്ട്സ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാര കാര്യമല്ലല്ലോ. അല്ല. ഇപ്പം മഞ്ഞൾ ഒത്തിരി റിക്വയർമെന്റ് വരുന്ന മഞ്ഞളിന്റെ പൊടി, അത് മഞ്ഞപ്പൊടിയാണല്ലോ നമുക്ക് കിട്ടുന്നത്. മഞ്ഞൾപ്പൊടി അല്ല. പിന്നെ മുളക് കാര്യങ്ങൾ, ഇതിലൊക്കെ ചേർക്കുന്ന കാര്യങ്ങൾ ക്യാൻസറസ്, കാർസിനോജൻസ്. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ അവെയർ ആയിരിക്കേണ്ട ഒരു കാര്യം ഇനി തുണി ഉടുക്കുമ്പോഴാണ്. അപ്പൊ ആൾക്കാർ ഓർക്ക് ഈ തുണി ഉടുക്കുന്നതിൽ എന്താണ് ഇത്രയും നമ്മൾ ആലോചിക്കാനുള്ളത്? ഡൈസ്, ആസോ ഫ്രീ ഡൈസ് ഉള്ള തുണികൾ നോക്കണം. സ്കിന്നിൽ നമ്മൾ പിന്നെ ഈ ആൾക്കാർക്ക് ക്യാൻസർ വരും. അപ്പം നമ്മൾ പറയും ഈ എന്ത് ചെയ്തിട്ടാണ് ക്യാൻസർ വന്നത്? കാര്യം പുള്ളി അങ്ങനെ രാവിലെ എഴുന്നേറ്റ് നടക്കുമായിരുന്നു, എടുക്കുമായിരുന്നു, അങ്ങനെയല്ല. ഒരു പൊള്യൂട്ടഡ് ബാക്ക്ഗ്രൗണ്ടിൽ, ഇപ്പം ഒരു ഫാക്ടറിയുടെ അടുത്തൊരാൾ താമസിക്കുന്ന ആളാണ്. ഫാക്ടറിയിലെ പുറന്തള്ളുന്ന വെള്ളത്തിന്റെ മാലിന്യം ആ പരിസരങ്ങളിൽ അവരുടെ കിണറിലും ഒക്കെ എത്തുന്ന സാഹചര്യമുണ്ട്, അല്ലെങ്കിൽ അവർ ശ്വസിക്കുന്ന വായിലുണ്ടെങ്കിൽ അയാൾക്കത് വന്നിരിക്കും. അല്ല, അയാളിപ്പോൾ രാവിലെ 5 മണിക്ക് എണീറ്റ് നടന്നതുകൊണ്ടോ അയാൾ നല്ല ഭക്ഷണം കഴിച്ചതുകൊണ്ടോ കാര്യമില്ല.